നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച കുറ്റങ്ങൾ ഗൗരവമുള്ളതാണെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. എന്നാൽ ഈ കുറ്റങ്ങളെല്ലാം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് രണ്ടുപേരുടെ വെറും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതിക്ക് സ്വീകരിക്കാതിരിക്കാനാവില്ല. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നമ്മുടെ നീതിബോധത്തിന്റെ ആപ്തവാക്യം പിന്തുടരാനാണ് ഈ കോടതിക്ക് താൽപ്പര്യം. മുൻപ് കുറ്റകൃത്യം ചെയ്ത ആളല്ല പ്രതി എന്ന വസ്തുതയും കോടതി പരിഗണിക്കുന്നു. ആയതിനാൽ പ്രതി ശരത്തിനെ അന്യായമായി തടങ്കലിൽ പാർപ്പിക്കേണ്ടതില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കർശന വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിക്കുന്നു. ഒന്ന് നിന്നേ. വാർത്ത അറിഞ്ഞല്ലോ അല്ലേ? നീയൊക്കെ കൂടി കൊടുക്കാൻ ശ്രമിച്ച ശരത്തുമന് ജാമ്യം കിട്ടി. എടി, ദൈവം ഉണ്ടെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞ ഒരു പൊടിക്ക് ഞാനും അവനെ സംശയിക്കാൻ തുടങ്ങിയിരുന്നു. നീയെങ്ങാനും പറയുന്നതാണോ ശരിയെന്ന് ഒരു നിമിഷം ഞാനും അങ്ങ് ആലോചിച്ചു പോയി. അതൊന്നും സത്യമല്ലായിരുന്നെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. മുത്തശ്ശി ഇത് എന്തറിഞ്ഞിട്ടായി കിടന്ന് സന്തോഷിക്കുന്നേ? മുത്തശ്ശിയുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ കേസ് ശരത്തിന് അനുകൂലമാണെന്ന്. ജാമ്യമേ കിട്ടിയിട്ടുള്ളൂ, വിചാരണ ഇനി നടക്കാനിരിക്കുന്നേ ഉള്ളൂ. അവിടെ അവനെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്ന് നോക്ക്. പറ്റില്ല. ഒന്നെങ്കിൽ ജീവപര്യന്തം, അല്ലെങ്കിൽ തൂക്കുകയർ. ഓ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നും ഉറപ്പാ. അതൊക്കെ നിന്റെ വെറും ആഗ്രഹങ്ങൾ മാത്രമാ. ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ